നമസ്കാരം. ഇന്നലെ കേരള ഗവൺമെന്റും ഫിഷറീസ് വകുപ്പും കേരളത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പുനർഗേഹം പദ്ധതി എന്ന പേരിൽ അവർക്കായി നിർമ്മിച്ചു നൽകുന്ന ഫ്ളാറ്റുകളുടെ താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേരളത്തിലെ കൈരളി ഒഴികെയുള്ള ബാക്കി എല്ലാ ചാനലുകളും അതൊരു 5 മിനിറ്റോ 3 മിനിറ്റോ ദൈർഘ്യമുള്ള ഒരു ചെറു വാർത്തയാക്കി മാത്രം അതിനെ ഒതുക്കി. പൊതുവെ കേരളത്തിലുള്ള ഇടതുപക്ഷത്തിനെതിരെയും അതുപോലെ തന്നെ ഗവൺമെന്റിനെതിരെയൊക്കെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വാർത്ത ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കിട്ടിക്കഴിഞ്ഞാൽ 3-4 ദിവസം അതിട്ടിങ്ങനെ ആഘോഷിക്കുന്ന കേരളത്തിലുള്ള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പോസിറ്റീവ് വാർത്ത എത്രമാത്രം അവർ ആഘോഷിക്കപ്പെടും എന്നത് നമുക്ക് കൃത്യമായി അറിയുന്നൊരു കാര്യമാണ്. ശരിക്കും ഞാൻ ഈ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു 2 ആഴ്ച മുന്നെയാണ്. അത് ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിലൂടെ ആയിരുന്നില്ല, മറിച്ച് എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ചില ഇടതുപക്ഷ അനുഭാവികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകർ അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയാണ് ഞാൻ 2 ആഴ്ച മുമ്പ് ഇങ്ങനെ ഒരു പദ്ധതിയുടെ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായി എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു സ്റ്റാറ്റസ് കണ്ടത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പദ്ധതിയെപ്പറ്റി മനസ്സിലാക്കുന്നത്. ആദ്യം നമുക്ക് ഈ പദ്ധതിയുടെ ഉദ്ഘാടന ദൃശ്യങ്ങളിലേക്കും അതുപോലെ തന്നെ ആ വീട് കിട്ടുന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കൊക്കെ നമുക്ക് ആദ്യം ഒന്ന് പോയി വരാം. പുനർഗേഹം പദ്ധതി വഴി സംസ്ഥാന സർക്കാർ മുട്ടത്തറയിൽ നിർമ്മിച്ച പ്രത്യാശ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കുകയാണ്. 400 ഫ്ളാറ്റുകളിൽ പണി പൂർത്തിയായ 332 എണ്ണത്തിന്റെ താക്കോൽദാനമാണ് ഇന്ന് നടക്കുന്നത്. പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കായി തയ്യാറാക്കിയ 400 ഫ്ളാറ്റുകൾ അടങ്ങുന്ന പ്രത്യാശ ഫ്ളാറ്റ് സമുച്ചയം. ഇതിൽ 332 ഫ്ളാറ്റുകളുടെ താക്കോൽദാനമാണ് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. പുനർഗേഹം തീരദേശ പുനരധിവാസ പദ്ധതിയിൽ മുട്ടത്തറ വില്ലേജിൽ 2023 ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ക്ഷീരവികസന വകുപ്പിൽ നിന്ന് ഫിഷറീസ് വകുപ്പിന് കൈമാറിയ 8 ഏക്കറിൽ 81 കോടി രൂപയുടെ പദ്ധതിക്കാണ് സർക്കാർ ഭരണാനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. അവർക്കെല്ലാം ആ ഗുണഭോക്താക്കൾക്കാണ് ഈ വീട് നൽകുന്നത്. 7 വർഷം കൊണ്ട് കടൽ തീരത്ത് കിടന്ന് കഷ്ടപ്പെട്ടതിന് വേണ്ടി ഇന്ന് ഫലമായിട്ട് ദൈവം ഞങ്ങൾക്ക് ഒരു വഴി ഒരുക്കി തന്നു. നന്ദി. UPS സ്കൂളിൽ 5 വർഷം കിടന്നു. 2 പേർക്ക് എഴുതി നടക്കാൻ വയ്യ. അങ്ങനെ ഇപ്പൊ കിട്ടിയ അവിടെ കിടന്ന് മരിക്കണം എന്നുള്ള സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെ തരുന്നതിന് വളരെ നന്ദി ഗവൺമെന്റ്. ഇപ്പോൾ ഇടുന്ന ഗവൺമെന്റിന് വെള്ളത്തിൽ കിടന്ന് മോനെ രാവിലെ ഇത്തിരി കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാൻ നിവർത്തിയില്ല. ആ വീട്ടിൽ കിടന്നിട്ട് ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് ഒരുപാട് വേദന അനുഭവിച്ചാണ് ഞാൻ ഇതിന് എഴുതി കൊടുത്ത് എനിക്ക് കിട്ടുന്നതിന്. ഇരിക്കുന്ന ഗവൺമെന്റിന് 70 പ്രാവശ്യം നന്ദി പറഞ്ഞാലും തീരുവില്ല സാറേ. സ്കൂളിലും ക്യാമ്പുകളിലും കിടന്ന് ഇതിന് സർക്കാർ വാടക തന്നെങ്കിൽ ഇന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായ ദിവസം. ഞങ്ങൾ ആ സർക്കാരെ തലയിൽ വെച്ച് ചുമക്കും. നല്ല സർക്കാരാണ്. വളരെ സന്തോഷം ഇത് തരുന്നത്. ഇവിടെ നിന്ന് മാറി നമ്മുടെ പോയി കിടക്കുന്നതേ ഉള്ളൂ. വളരെ സന്തോഷം. സമാധാനമായിട്ട് കിടക്കാം. കാറ്റും കടലും ബഷരും ഓരോ ദിവസവും കാറ്റുകളും ബഷരുകളും വരുന്ന നേരം മനസ്സെല്ലാം വെന്ത് നീറിയാണ്. അതിനകത്ത് ഞങ്ങൾ 5 പേരുണ്ട് കിടക്കുന്നത്. ഇടിഞ്ഞ വീടാണ്. എല്ലാം ഇടിഞ്ഞെല്ലാം ഇരിക്കുന്നു. അതെപ്പോഴാണ് തകരുമെന്നുള്ളത് പേടി. അങ്ങനെയാണ്. ഇപ്പം ഇത് കിട്ടുന്നത് വളരെ സന്തോഷം. നമ്മൾ ഈ കർക്കിടക വരുമ്പോഴെപ്പോഴും നമ്മൾ പേടിച്ച് നമ്മുടെ വീടിൻ്റെ അകത്തെല്ലാം വെള്ളം കയറുന്നു. അങ്ങനെയാണ് നമ്മൾ വർഷം തോറും നമ്മൾ വാടകയ്ക്ക് വീട് മാറിയാണ് കിടന്നത്. പിന്നെ കുറച്ച് നാൾ ഗോഡൗണിൽ കിടന്നു. സന്തോഷം തന്നെ. കണ്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഞാൻ പണിക്ക് പോയിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ ചില സമയങ്ങളിൽ കറണ്ട് അടിക്കും. ഈ നമ്മൾ സ്വിച്ചുകളിലൊക്കെ നമ്മളിങ്ങനെ കൈകൊണ്ടിട്ട് അപ്പോഴടിക്കും. ഉപ്പൂറലും ഈർപ്പവും പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സൈഡുകളൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന സൈഡൊക്കെ ടെറസിൻ്റെ ആ ഭാഗങ്ങളെല്ലാം നടന്ന് താഴോട്ട് വീഴുകയും ചെയ്യുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ ഉപ്പൂറല്ലാതെ കമ്പികളൊന്നും വിലക്കത്തില്ല. $550 ചതുരശ്ര അടിയിൽ 20 ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു ഹാളും 2 മുറികളും ഒരു ബാത്റൂമും കിച്ചണും അടങ്ങിയതാണ് ഒരു കുടുംബത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യാശ ഭവനങ്ങൾ. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ആ ഒരു ഫ്ലാറ്റ് സമുച്ചയം സർക്കാർ ഈ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്.
അവര് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവരോട് ചോദിക്കുമ്പോൾ അവരുടെ വികാര നിർഭരമായിട്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത്? അവരുടെ സങ്കടങ്ങൾക്ക് കൂടെ നിന്ന ഒരു സർക്കാരിനെ പറ്റി, അല്ലെങ്കിൽ അവരുടെ കാലത്തെയും ഒരു ആഗ്രഹം അത് സഫലീകരിച്ചു കൊടുത്ത ഒരു സർക്കാരിനെ പറ്റി എത്ര നല്ല രീതിയിലാണ് ആ ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഇത്തരം സന്തോഷകരമായ കാഴ്ചകൾ ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളിലൂടെ ഇവിടെയുള്ള ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെയുള്ള മാധ്യമങ്ങൾ ആരും തന്നെ കാണുന്നില്ല. വയനാട് ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റുന്നു, കക്കുന്നു, മുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നവർ ഇതൊക്കെ കാണേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഫണ്ടിന്റെ പേരിലൊന്നുമല്ല ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതൊക്കെ സർക്കാരിന്റെ സ്വന്തം പദ്ധതി തന്നെയാണ്. പുനർഗേഹം, അതുപോലെ തന്നെ ലൈഫ് മിഷൻ, അത് വേറെ, അത് ലക്ഷക്കണക്കിന് വീടുകൾ വേറെ വെച്ച് നൽകുന്നു. ഇങ്ങനെയുള്ള പുനർഗേഹം എന്നുള്ള രീതിയിൽ ഇതുപോലുള്ള പദ്ധതികളിലൂടെ അനേകം ഫ്ലാറ്റുകൾ, മറ്റുള്ള വീടുകളൊക്കെ അങ്ങനെ വെച്ച് നൽകുന്നു. മാത്രമല്ല ഓരോ മാസവും അവർക്ക് മുടങ്ങാതെ അവരുടെ പെൻഷൻ 1600, 1300 ഒക്കെ ആയിട്ട് പെൻഷൻ നൽകുന്നു. അതിന് പുറമെ ഈ പറഞ്ഞതുപോലെ ദുരിതാശ്വാസ നിധിയിലൂടെ ഈ വയനാടിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നു. ഇത്രയൊക്കെ പദ്ധതികൾ ചെയ്യുന്ന സർക്കാരിൻ്റെ ആ പദ്ധതികളൊന്നും എന്തുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ മാധ്യമങ്ങൾ എത്തിക്കുന്നില്ല? ഇതുപോലെ അന്തിച്ചർച്ച വെച്ച് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. മാത്രമല്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനമാണ് ഇതുപോലെ സ്വന്തം ജനതയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി കൊടുക്കുന്നത്? അതുകൂടി നമ്മൾ കാണണ്ടേ. മെച്ചപ്പെട്ട ഹോസ്പിറ്റൽ സംവിധാനങ്ങളില്ലാതെ, അതുപോലെ തന്നെ മെച്ചപ്പെട്ട പഠന സംവിധാനങ്ങളില്ലാതെ, സ്കൂളുകളില്ലാതെ, അതുപോലെ തന്നെ അംഗനവാടികളില്ലാതെ, ചികിത്സാ സംവിധാനങ്ങളില്ലാതെ, വീടുകളില്ലാതെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എത്ര അനേകം ജനങ്ങളാണ് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ ഒന്ന് അവിടെയൊക്കെ പോയി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാഴ്ചയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു കേരളം ഈ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സർക്കാർ തീർച്ചയായിട്ടും അതിൽ പ്രശംസ അർഹിക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിലുള്ള വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൃത്യമായി ഒരു രൂപരേഖ തയ്യാറാക്കുകയും അത് ജനങ്ങൾക്ക് മുമ്പിലും മാധ്യമങ്ങൾക്ക് മുമ്പിലൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തു. ഡിസംബറോടെ ആ പദ്ധതി പൂർത്തിയാകുമെന്നും പറഞ്ഞു. എന്നിട്ടും ഓരോ മാസത്തിൻ്റെ ഇടവേളകളിൽ കൃത്യമായി വീടെവിടെ സർക്കാരെ, വീടെവിടെ സർക്കാരെ എന്നും പറഞ്ഞ് ഇവിടെയുള്ള മാധ്യമങ്ങൾ നിരന്തരമായി ഇതുപോലെ വാർത്തകൾ നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒടുക്കം മാതൃകാ വീട് പൂർത്തിയാക്കി പിന്നീട് 2-3 ദിവസം ആ മാതൃകാ വീടിനെ ചൊല്ലിയിട്ടുള്ള വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. വീടിന് തറയില്ല, വീടിൻ്റെ ഓട് പോരാ, വീടിൻ്റെ വണ്ണം പോരാ, മുറിയുടെ വലിപ്പം പോരാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പറയുന്നില്ലേ, കറിയിൽ ഉപ്പ് പോരാ, മുളക് പോരാ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വാർത്തകൾ, അങ്ങനെയുള്ള വാർത്തകളാണ് പിന്നീട് ഈ മാതൃകാ വീടും ഇത്ര സമയം കൊണ്ട് അത് പൂർത്തിയാകുമെന്നൊക്കെ സർക്കാർ പറഞ്ഞപ്പോൾ പിന്നീട് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ആ ഒരു രീതിയിലായിരുന്നു നമ്മുടെ ഇവിടെയുള്ള മലയാള മാധ്യമങ്ങൾ നൽകിയിരുന്നത്. പിന്നീട് അതിന് കൃത്യമായ വിശദീകരണം മറ്റു വീടെടുത്തവർ അവരുടെ വീടൊക്കെ ആയിട്ട് താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു ഇവർ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ചെയ്തിരുന്നത്. പിന്നീട് ആ വീടെടുത്തു കൊടുത്ത ആളുകൾ തന്നെ ഈ ഒരു വീടിൻ്റെ കണക്കും കാര്യങ്ങളും വെച്ച് ആ ഒരു വീടിനെ വിലയിരുത്തരുത് എന്നുള്ള രീതിയിലൊക്കെ മറുപടിയുമായി വന്നതിന് ശേഷം പിന്നീട് അത്തരത്തിലുള്ള ചർച്ചകൾ, അത് മാത്രമല്ല ചില വ്ളോഗേഴ്സൊക്കെ അവിടെ പേഴ്സണലായിട്ട് പോവുകയും അതിൻ്റെ മെറ്റീരിയൽസ്, കാര്യങ്ങൾ, അതിൻ്റെ ഗുണനിലവാരം ഒക്കെ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ തുറന്നു കാണിക്കുകയും ചെയ്തതോടെ ആ ഒരു വാദം പൊളിഞ്ഞു. പിന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അവർ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ വീടിന്റെ ചോദ്യങ്ങൾ ഉയരുന്നത് കൊണ്ട് തന്നെ പിന്നീട് അവരും അത്തരത്തിലുള്ള വിഷയങ്ങളിൽ അധികം മുന്നോട്ട് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇതൊന്നുമല്ല, പുനർഗേഹം പദ്ധതിയെ കുറിച്ചായിരുന്നു. പക്ഷെ ഞാൻ ഇതിങ്ങനെ വിശദീകരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടെവിടെ വീടെവിടെ എന്ന് ചോദിച്ചു കൊണ്ടിരുന്ന മാധ്യമങ്ങൾ, അതുപോലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെയൊരു ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ വീടുകൾ, ഇത്തരം 300-300-ലധികം ഫ്ലാറ്റുകൾ ഗവൺമെന്റ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നിർമ്മിച്ചു നൽകുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ടും ഇതൊന്നും എന്തുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ ഇത്രയും കാലം ഇങ്ങനെ പറയുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ, ഒരു വാർത്ത എന്തുകൊണ്ട് നിങ്ങളൊന്നും പ്രസിദ്ധീകരിക്കുന്നില്ല എന്നത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞു വെച്ചത്. മാധ്യമങ്ങൾ സർക്കാരിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതും സർക്കാരിനെ വിമർശിക്കുന്നതിലൊന്നും എനിക്ക് യാതൊരു എതിരഭിപ്രായവുമില്ല.
കാരണം തീർച്ചയായിട്ടും അത്തരം തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടുക എന്നുള്ളത് ഓരോ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെയും ഇവിടെയുള്ള ജനങ്ങളുടെയൊക്കെ അവകാശവും ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്വവുമാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഏതെങ്കിലും സർക്കാർ സ്കൂളുകളിലെ കഞ്ഞിയിൽ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ 3 ദിവസം അന്തിച്ചർച്ച നടത്തുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് ആ ഒരു ആവേശത്തോടെ എത്തിക്കുന്നില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നതും. പിന്നെ ഇതിൽ ഞാൻ ഈ ഒരു പുനർഗേഹം പദ്ധതിയെപ്പറ്റി പരിശോധിച്ച് നോക്കിയപ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഒരു 2 കൊല്ലം മുമ്പും 3 കൊല്ലം മുമ്പും അതുപോലെ തന്നെ 6 മാസം മുമ്പും 2 മാസം മുമ്പും ഒക്കെ ഇതിനെപ്പറ്റി ഈ ഒരു പദ്ധതിയെപ്പറ്റി ഒരുപാട് ദുഷ്ടലാക്കോടെ അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാകില്ല എന്നൊക്കെയുള്ള രീതിയിൽ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ ഒരുപാട് വാർത്തകൾ എനിക്ക് പല ചാനലുകളിലും പല വാർത്തകളിലൊക്കെ ആയിട്ട് കാണാൻ സാധിച്ചു. ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു വാർത്ത, ഒരു റിപ്പോർട്ടിംഗ്, അത് നമുക്കൊന്ന് കാണാം. സർക്കാരിന്റെ പുനർഗേഹം പദ്ധതി വഴിമുട്ടിയ അവസ്ഥയിൽ ഭവന സമുച്ചയ പദ്ധതികൾ നിർത്തിവെക്കാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് ചീഫ് എഞ്ചിനീയർ നിർദ്ദേശം നൽകി. ഭൂമി വാങ്ങി വീട് വയ്ക്കാനുള്ള പദ്ധതിക്കൊപ്പം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ഭവന സമുച്ചയ പദ്ധതികളും അവതാളത്തിലായതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രതീക്ഷ മങ്ങുകയാണ്. ഉത്തരവിന്റെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ വീടൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 5 വർഷം മുൻപ് സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയതാണ് പുനർഗേഹം പദ്ധതി. എന്നാൽ അപേക്ഷകരിൽ പകുതിയും ഇന്നും വാടക വീടുകളിലാണ്. ഇതിനിടെയാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതിയിൽ നിലവിൽ നിർമ്മാണം നടക്കുന്ന ബ്ലോക്കുകളുടെ മാത്രം നിർമ്മാണം പൂർത്തിയാക്കിയാൽ മതിയെന്നും ഇനിയും നിർമ്മാണം തുടങ്ങാത്ത ബ്ലോക്കുകൾ നിർമ്മിക്കേണ്ടതില്ലെന്നും ചീഫ് എഞ്ചിനീയർ തലത്തിൽ നിന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. തുടങ്ങിവെച്ച ബ്ലോക്കുകൾ പൂർത്തിയാക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും കരാറുകാരുടെ അലംഭാവം കാരണം നിർമ്മാണം നിലച്ച മട്ടാണ്. കണ്ടല്ലോ, ഇന്ന് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കള്ള വാർത്തകൾ, അതുപോലെയുള്ള വാർത്തകൾ ഈ ഒരു പദ്ധതിന്റെ മേലിലും ഇവരൊക്കെ ഇതിനു മുമ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ, ദുഷ്ടലാക്കോടെയുള്ള കള്ള പ്രചരണങ്ങൾ കൊടുക്കാൻ നല്ല ആവേശമാണ്. പക്ഷെ ആ ഒരു ആവേശം അത് ആ ഒരു പദ്ധതി പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ അത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം ഒരാഴ്ചയോളം ഇവരിങ്ങനെ ലൈവായിട്ട് നിർത്തിയ ഒരു വാർത്ത, ആ വാർത്ത കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള 3 ദിവസമായിട്ട് നമ്മൾ കാണുന്ന വാർത്തകൾ, ഇവരെ പ്രധാന അന്തിച്ചർച്ചകൾ, അതുപോലെ തന്നെ നിരീക്ഷണ പണിക്കാരുടെയൊക്കെ ചർച്ചകൾ, ഇതൊക്കെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈലജ ടീച്ചർ ഈ ജയിൽ പ്രതികളെ സന്ദർശിച്ചു, ഗോവിന്ദൻ മാഷ് ജോത്സ്യനെ കണ്ടു, അതുപോലെ ആരോഗ്യ വകുപ്പുമായിട്ടോ അല്ലെങ്കിൽ സർക്കാരുമായിട്ടോ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല, അവരൊക്കെ നല്ല രീതിയിലാണ് തന്നോട് ഇടപെടുന്നത് എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്ന ഡോക്ടർ ഹാരിസിന്റെ വാർത്തകൾ. ഇത്തരം വാർത്തകളൊക്കെയാണ് ഇവരിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഭയങ്കര വാർത്തയാകിയിട്ട് ഇവരിങ്ങനെ ചർച്ച ചെയ്യുന്നതും ഹെഡിങ് പല രീതിയിലൊക്കെ ഹെഡിങ് ഒക്കെ ചെയ്തിട്ട് ഇവർ അവതരിപ്പിക്കുന്നതും. നിങ്ങൾക്ക് അതൊക്കെ റീച്ച് ഉണ്ടാക്കി തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്തോളൂ, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള ചില പദ്ധതികളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ കുറച്ച് ചർച്ചയും അതുപോലെ തന്നെ കുറച്ച് വിഷ്വൽസൊക്കെ നാട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന രീതിയിലൊക്കെ ഒന്ന് പറയുക. അപ്പോഴാണ് ഇതൊക്കെ ഒരു മാധ്യമ പ്രവർത്തനമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുക. അല്ലാതെ ഇത് നെഗറ്റീവ് വാർത്തകൾ മാത്രം ഇങ്ങനെ കൊടുക്കുക, അതും പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് മാധ്യമ പ്രവർത്തനമല്ല. ഇത് മറ്റുള്ള പാർട്ടിക്കാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് ഈ ഒരു സർക്കാരിനെതിരെ നടത്തുന്ന ഒരു എന്താ പറയുക, ഒരു വേശ്യാവൃത്തിയായിട്ടാണ് ഇതിനെ കാണുക. പിന്നെ നിങ്ങൾക്കൊരു വിചാരമുണ്ട്, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇതൊന്നും ആരും അറിയില്ല, അങ്ങനെയൊക്കെയുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്. ഇന്നൊക്കെ എല്ലാ മന്ത്രിമാരും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരും അനുഭാവികളും ഒക്കെ ഇത്തരം വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അവർ ജനങ്ങളുമായിട്ട് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് സംവദിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു പേടിയില്ല. നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ വാർത്തകളൊക്കെ ജനങ്ങളിലേക്ക് എത്തും എന്നതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട.